ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. +2 നമുക്ക് അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസ് എല്ലാ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, എക്കണോമിക്സ്, ലാംഗ്വേജ് ഒക്കെയാണ് ഉള്ളത്. അക്കൗണ്ടൻസി പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡുകാർക്കും AFSകാർക്കും നല്ല എളുപ്പമുള്ള പേപ്പറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ നല്ല ടഫാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രോബ്ലംസ് കുറവായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും മെയിൻ കാര്യം. പ്രോബ്ലംസ് വളരെ കുറഞ്ഞ് ജേർണൽ എൻട്രീസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് മൂന്നാം പാഠത്തിൽ നിന്ന് തന്നെ ലോൺ അക്കൗണ്ടും റിട്ടയറിൻ്റെ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും മുതലെല്ലാം സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ബാക്കി കൂടുതലും ജേർണൽ എൻട്രീസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അധികം ജേർണൽ എൻട്രീസിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്. ജേർണൽസ് പഠിച്ച കുട്ടികൾക്ക് കുഴപ്പമില്ലാതെ നല്ല മാർക്ക് കിട്ടും. essay ക്വസ്റ്റ്യൻ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് 8 മാർക്കിന് തരാവുന്ന ബിയാൻഡ് അപ്രോപ്രിയേഷനും ഫിക്സ്ഡ് ക്യാപിറ്റലും അതേപോലെ തന്നെ നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൻ്റെ ചാപ്റ്ററൊക്കെയാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ കിടക്കാം. അതിന് മുന്നേ നിങ്ങളോട് എല്ലാവരും ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നമുക്ക് ഡിസംബർ മന്ത് ലാസ്റ്റോട് കൂടി നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇംപ്രൂവ്മെൻറ്റ് ബാച്ചും +2 ക്രാഷ് ബാച്ചും രണ്ടും നമ്മളൊരു 30 ഡേയ്സിൻ്റെ ബാച്ച് ആയിരിക്കും. നിങ്ങൾക്ക് എക്സാമിന് വേണ്ട എല്ലാം നമ്മളതിൽ പറഞ്ഞു തരും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള എക്സാമുകൾക്ക് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഡിഫറെൻ്റ് ആണ്. പല ഇയറിലും പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കുറേ അക്കൗണ്ടൻസിനൊക്കെ പറയുകയാണെങ്കിൽ പ്രോബ്ലംസ് മാത്രമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസ് മാത്രമുള്ളതുണ്ട്. 2 മാർക്കും 3 മാർക്കും കൂടുതൽ കൊടുക്കുന്നുണ്ട്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നുണ്ട്. അങ്ങനെ പലതരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുക. ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻസിനെ കൂടുതൽ നിങ്ങളെ പരിചയപ്പെടുത്തി തരിക. എല്ലാം നമ്മൾ നമ്മുടെ ബാച്ചിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസംബർ ലാസ്റ്റോട് കൂടി പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻകൂട്ടിയിട്ട് അഡ്മിഷൻ്റെ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിജുവാല 2.0 ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള 1-ാം പാഠം മുതൽ ഇപ്പോൾ ഓണപരീക്ഷയുടെ ഭാഗങ്ങളൊന്നും തന്നെ നമുക്കധികം ഒഴിവാക്കാനായിട്ട് പറ്റില്ല. മാക്സിമം എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1-ാം പാഠം മുതൽ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ വരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 5 മാർക്കിന് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 7 ചോദ്യമേ ഉള്ളൂ. ആ 7 ചോദ്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ചെയ്യേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ഓഫ് DBMS എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് DBMS ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ്. അത് മേ ബി അഡ്വാൻറ്റേജസ് ഓവർ കൺവെൻഷണൽ സോഴ്സ് എന്നൊക്കെ ആയിട്ട് ചോദിക്കുക. അതായത് പണ്ട് കാലത്തെ ഡാറ്റ മേക്കിനേക്കാൾ ഇപ്പോഴത്തെ DBMSുമായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്, അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ മിസ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. ഓരോന്ന് എന്താണെന്ന് എഴുതിയിട്ടുള്ളൂ. എന്താണെന്ന് പറഞ്ഞു തരാം. ദ ഫസ്റ്റ് വൺ, ഡാറ്റ റിഡൻഡൻസി ക്യാൻ ബി അവോയ്ഡഡ്. Redundancy means storing same data in multiple terms. അതായത് ഒരേ സെയിം ഡാറ്റ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്താണ്, നമുക്ക് ലൊക്കേഷൻസ് എല്ലാം കൂടുതലായിട്ട് വന്നിട്ട് നമുക്ക് ഹാങ്ങിങ് ഇഷ്യൂസ് ഒക്കെ വരില്ലേ മൊബൈൽ ഫോണിൽ, സെയിം ആസ് അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡാറ്റ റിഡൻഡൻസി വെച്ചാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ക്യാൻ ബി റെഡ്യൂസ്. നമുക്ക് റിഡൻഡൻസി വന്നു കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും. കാരണം കോപ്പീസ് ഓഫ് സെയിം ഡാറ്റ നമുക്ക് ബേർഡൻഡ് ആയിട്ടിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആവുന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇൻകൺസിസ്റ്റൻസി നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. എഫിഷ്യൻ്റ് ആയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് എന്ന് വെച്ചാൽ ഈസി ടു ആക്സസ് ഇൻ ഡാറ്റാബേസ്. നമുക്ക് പെട്ടെന്ന് ഡാറ്റ എടുക്കാനായിട്ട് പറ്റും. ഇൻറ്റഗ്രിറ്റി ഉണ്ടാവും. ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി പ്രൊട്ടക്റ്റിംഗ് ആണ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആണോ എന്നറിയുള്ളത്, കറക്റ്റ്നെസ്സിനെയാണ് ഇൻറ്റഗ്രിറ്റി നമ്മൾ പറയുന്നത്. ദെൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊട്ടക്റ്റിംഗ് ഡാറ്റ അഗെയിൻസ്റ്റ് എനി എന്താ പറയുക ആക്സിഡൻ്റൽ ലോസ് ഓർ മോഡിഫൈയിങ് ഡാറ്റ അൺഓതറൈസ്ഡ് ആക്സസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൽ നിന്നൊക്കെയുള്ള ഡാറ്റേൻ്റെ പ്രൊട്ടക്ഷനെയാണ് നമ്മൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഡാറ്റ നമുക്ക് എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. എൻഫോഴ്സ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നെസസറി സ്റ്റാൻഡേർഡുകളുണ്ട് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ. അതിൽ നെയിമിങ്, ഡിസ്പ്ലേ ചെയ്യൽ, അതുപോലെ എങ്ങനെ നമുക്ക് റൂൾസുകളൊക്കെ അപ്ലൈ ചെയ്യാം, അതൊക്കെ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ക്രാഷ് റിക്കവറി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള
ഈ ബാക്കപ്പ് ആൻഡ് റിക്കവറി ഒക്കെ വരുമല്ലോ, ബാക്കപ്പ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് നശിച്ചു പോവുക, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും, ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ DBMSന്റെ അഡ്വാൻറ്റേജസ് വല്ലാണ്ട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ടേമും എന്താണെന്ന് പറഞ്ഞാൽ മതി. റിഡൻഡൻസി അവോയ്ഡ് ചെയ്യാം, ഇൻകൺസിസ്റ്റൻസി അവോയ്ഡ് ചെയ്യാം, ഡാറ്റ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും, ഇന്റഗ്രിറ്റി ഉണ്ടാവും, പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും, ഷെയർ ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ പറ്റും, ക്രാഷ് റിക്കവറി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് വാട്ട് ഈസ് RDBMS ആൻഡ് ഇറ്റ്സ് ടെർമിനോളജീസ്. അതായത് DBMSന്റെ ചാപ്റ്റർ 8 ആണ് കേട്ടോ, 8ാമത്തെ പാഠമാണ് ഇത്. രണ്ടും 8 ചാപ്റ്ററാണ്. ഇതിൽ തന്നെ ഉള്ളതാണ് RDBMS എന്താണെന്നുള്ളത്. RDBMS എന്ന് പറയുമ്പോൾ റെപ്രസെൻറ്റഡ് ഇറ്റ് ഈസ് ആസ് എ കളക്ഷൻ ഓഫ് ടേബിൾസ് കോൾഡ് റിലേഷൻ. അതായത് നമ്മൾ ഡാറ്റേനെ ടേബിളിൽ കളക്ട് ചെയ്ത് വെച്ച് ടേബിളായിട്ട് കാണിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മൾ RDBMS എന്ന് പറയാം. RDBMS എന്ന് പറയുമ്പോൾ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. അതിനെ റിലേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്, ഇതിനെ ടേബിളിനെ. ഇനി RDBMSന്റെ ടെർമിനോളജീസ് ആണ് ഇതൊക്കെ. എൻറ്റിറ്റി, റിലേഷൻ, ടുപ്പിൾ, ആട്രിബ്യൂട്ട്, റിയക്രി, കാർഡിനാലിറ്റി, ഡൊമൈൻ, സ്കീമ ആൻഡ് ഇൻസ്റ്റൻസ്. ഇനി എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പേഴ്സൺ ഓർ എൻ എൻറ്റിറ്റി ഇൻ ദ റിയൽ വേൾഡ് ഡിസ്റ്റിങ്വിഷ് ഫ്രം അതേഴ്സ്. അതായത് ഒരു ആളായിരിക്കാം, അത് നമുക്ക് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരാളായിരിക്കാം എൻറ്റിറ്റി. റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, ഇതിന് ടേബിളിനെ വിളിക്കുന്ന പേരാണ് റിലേഷൻ. ദെൻ അതായത് ടേബിൾസ് എന്ന് പറയുമ്പോൾ റോസ് ആൻഡ് കോളംസ് വെച്ചിട്ട് നമ്മൾ എഴുതുന്നതിനാണ് റിലേഷൻ എന്ന് നമ്മൾ വിളിക്കാം. ടുപ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് റോസ് ഓഫ് കോളംസ്, അതായത് റോസ് ഓഫ് റിലേഷൻ, അതായത് ടേബിളിൻ്റെ റോസിന് നമ്മൾ വിളിക്കുന്നത് ടുപ്പിൾ എന്നാണ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ കോളംസ് ഓഫ് റിലേഷൻ, കോളം, നമ്മൾ ആ ടേബിളിൻ്റെ കോളത്തിനെ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ്, നമ്മളെ ആട്രിബ്യൂട്ട്സിൻ്റെ നമ്പേഴ്സിനെയാണ് നമ്മൾ എത്രത്തോളം കോളംസ് ഉണ്ട് അതാണ് ഡിഗ്രി. കാർഡിനാലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കാർഡിനാലിറ്റി മീൻസ് നമ്പർ ഓഫ് റോസ് ഓർ ടുപ്പിൾസ്, നമ്പർ ഓഫ് റോസ്, അതായത് നമ്മൾ നമ്പർ ഓഫ് ടുപ്പിൾസ് എന്ന് പറയുമ്പോൾ റോസ്, അതിനെയാണ് നമ്മൾ കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഡൊമൈൻ എന്ന് പറയുമ്പോൾ പൂൾ ഓഫ് വാല്യൂസ് ഫ്രം വിച്ച് ആക്ച്വൽ വാല്യൂസ് ഈ സെലക്റ്റഡ്, നമ്മൾ എവിടെ നിന്നാണ് ശരിക്കുള്ള വാല്യൂസ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതാണ് അതിൻ്റെ പൂൾ ഓഫ് വാല്യൂസ്, ഒരു കൂട്ടം വാല്യൂസിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് നമ്മൾ വിളിക്കാം. ദെൻ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ടേബിൾ ആണ് എങ്കിൽ അതിൽ സയൻസ് ബാച്ച് ഉണ്ടാവും, കൊമേഴ്സ് ബാച്ച് ഉണ്ടാവും, ഹ്യൂമാനിറ്റീസ് ബാച്ച് ഉണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് ബാച്ച് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പൂൾ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ കംപ്ലീറ്റ് ബാച്ചാണ് അല്ലെ, ഓരോ ബാച്ച്. ദെൻ സ്കീമ എന്ന് പറയുന്നത് എന്താണ്, ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ്, അതായത് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എഴുതുന്നത്, സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ്, അതിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ടുപ്പിൾസ് വിച്ച് ഈച്ച് ടുപ്പിൾ ഹാസ് സെയിം നമ്പർ ഓഫ് ഫീൽഡ്, അതായത് ഇതൊരു സെറ്റ് ഓഫ് ടുപ്പിൾസ്, അതായത് റോസ് ആണ്, അതിൽ ഓരോന്നിനും എന്തുണ്ടാവും, സെയിം നമ്പർ ഓഫ് ഫീൽഡ്, ഒരേ നമ്പർ ഫീൽഡുകൾ ഉണ്ട് എങ്കിൽ അതിനെ ഇൻസ്റ്റൻസ് നമ്മൾ വിളിക്കുന്നു. ഇതെല്ലാം നമ്മൾ RDBMSന്റെ ടെർമിനോളജീസ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഓരോ ലൈനിൽ പഠിച്ചാൽ മതി. ഒരു പേഴ്സൺ ആണ്, റിലേഷൻ ടേബിൾ ആണ്, ടൂപ്പിൾ എന്ന് പറഞ്ഞാൽ റോസ് ആണ്, കോളംസ് ആണ്, നമ്പർ ഓഫ് റോസ് ആണ്, നമ്പർ ഓഫ് കോളംസ് ആണെന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. ഇതൊരു 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ എനി 5 ഡാറ്റ ടൈപ്സ് ഇൻ SQL, അതായത് നമ്മുടെ 9th ചാപ്റ്റർ ആണ്. 9th ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകളെ കുറിച്ചിട്ട് എഴുതാനായിട്ട് പറയും. അപ്പോൾ നമുക്ക് 3 തരം ഡാറ്റ ടൈപ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ന്യൂമറിക് ഡാറ്റ ടൈപ്പ്, സ്ട്രിംഗ് ഡാറ്റ ടൈപ്സ് ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്സ്. ന്യൂമറിക് ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻറ്റ് ആൻഡ് ഡെസിമൽ ആണ്. അതെ, ഇൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്കറിയാം ഇൻറ്റിജർ വാല്യൂസ് ആണ്. ഡെസിമലും ഇൻറ്റും നമുക്ക് ഇൻറ്റിജർ വാല്യൂസ് ആണ് നമുക്കറിയാം. ഇനി ഇൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വോൾ നമ്പേഴ്സ് വിത്തൗട്ട് ഫ്രാക്ഷൻസ് യൂസ് ചെയ്യാതെ, ഇവിടെ നമ്മൾ അതായത് വിത്തൗട്ട് ഫ്രാക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ ഫ്രാക്ഷൻസ് ഇല്ലാത്തതിനെയാണ് നമ്മൾ ഇൻറ്റ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുക.
ദെൻ ഡെസിമൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വിത്ത് ഫ്രാക്ഷനിലായിരിക്കും. വിത്ത് ഫ്രാക്ഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ സ്ട്രിങ് ഡാറ്റ ടൈപ്പിലേക്ക് കറക്കുമ്പോൾ ചാറും മാർച്ചാറും. ഇപ്പോൾ ചാറും മാർച്ചാറും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് 2 മാർക്കിന് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതിലും നമുക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. ചാർ എന്ന് പറയുമ്പോൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്സ് ആണ്. ലെറ്റേഴ്സ്, ഡിജിറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ക്യാരക്ടർ ഡാറ്റ ടൈപ്സിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫിക്സ്ഡ് ലെങ്ത് ഉണ്ടായിരിക്കും, അതായത് ഒരു ഫിക്സ്ഡ് ലെങ്ത് അവൈലബിൾ ആണ് ഇവിടെ എത്ര ഉണ്ടെന്നുള്ളത്. ദെൻ സിൻഡെക്സ് നോക്കുക, ചാർ എക്സ് എന്ന് പറഞ്ഞാൽ സിൻഡെക്സ് ആയി. ദെൻ വാർചാർ എന്ന് പറയുമ്പോൾ വേരിയബിൾ ക്യാരക്ടറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. വേരിയബിൾ ലെങ്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അവിടെ റിക്വയർഡ് സ്പേസ് ഉണ്ടായിരിക്കും, എത്രത്തോളം റിക്വയർഡ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത് വാർചാറിൽ പറയാം. ദെൻ ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഡേറ്റിൽ നമുക്ക് ഇൻ ഓർഡർ ടു സ്റ്റോർ ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് ഡാറ്റ ടൈപ്പ്. ടൈം എന്തിനായിരിക്കും, ഇൻ ഓർഡർ ടു സ്റ്റോർ ടൈം വാല്യൂസ് ഇൻ MySQL. അതായത് ടൈം വാല്യൂസ് കൊടുക്കാനായിട്ടാണ്. ഇതിന് രണ്ടിനും ഫോർമാറ്റ് ഉണ്ട് കേട്ടോ. ടൈം നമുക്കിപ്പോൾ അവേഴ്സ്, മിനിറ്റ്, സെക്കൻഡ്, അതുപോലെ പിന്നെ ഡേറ്റിൽ എങ്ങനെയായിരിക്കും, ഡേറ്റ് കൊടുക്കുമ്പോൾ ഇയർ, ദെൻ മന്ത്, ദെൻ ഡേറ്റ്, അങ്ങനെ ഒരു ഫോർമാറ്റൊക്കെ ഉണ്ടായിരിക്കും. എളുപ്പമാണ് അല്ലേ. 5 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും എല്ലാ ഡാറ്റ ടൈപ്സുകളും നിങ്ങൾക്ക് ഒരു 2-3 സെൻറ്റൻസൊക്കെ ആയി അതിൻ്റെ സിൻഡെക്സ് ഒക്കെ വെച്ചിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ആണ്, വാട്ട് ഡു യു മീൻ ബൈ എ കോളം കോൺസ്ട്രെയിൻറ്റ്, എക്സ്പ്ലെയിൻ ഇറ്റ്. അതായത് കോളം കോൺസ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? SQLൻ്റെ ചാപ്റ്റർ തന്നെയാണ് വരുന്നത് കേട്ടോ. 9th ചാപ്റ്റർ തന്നെയാണ് വരുന്നത്. ഇതിൽ കോളം കോൺസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ റൂൾസ് ഓർ എൻഫോഴ്സ്ഡ് ഓൺ ഡാറ്റ ദാറ്റ് ആർ എൻറ്റോർഡ് ഇൻ കോളം ഓഫ് എ ടേബിൾ. ഒരു ടേബിളിൽ നമ്മൾ കോളത്തിൽ വാല്യൂസ് കൊടുക്കുമ്പോൾ അതിൻ്റെ റൂൾസുകളെയാണ് നമ്മൾ കോൺസ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. കോളം കോൺസ്ട്രെയിൻ്റെ ഒരു 4-5 എണ്ണം ഉണ്ട്. നോട്ട് നൾ, ഇൻക്രിമെൻറ്റ്, യൂണിക്, പ്രൈമറി, ക്യാൻ, ഡീഫോൾട്ട്. നോട്ട് നൾ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഈ കോളത്തിന് ക്യാൻ നെവർ ഹാവ് നൾ വാല്യൂസ്, അതായത് നൾ വാല്യൂ ഉണ്ടാവാൻ പാടില്ല. നൾ വാല്യൂസ് നെവർ ക്യാൻ നൾ വാല്യൂസ്. ഓട്ടോ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ കോളത്തിലുള്ള വാല്യൂസ് കോളം വാല്യൂസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1, ഓരോന്നും കൂടിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഈ കോളം കോൺസ്ട്രെയിൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇൻക്രിമെൻറ്റഡ് ബൈ 1 ഓരോന്നിനും അതേപോലെ വരും. യൂണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ 2 വാല്യൂസ് സെയിം ഇൻ കോളം, അതായത് 2 വാല്യൂസ് ഒന്നും വരാൻ പാടില്ല. അത് യൂണീക്ക് ആയിരിക്കും, സ്പെസിഫൈഡ് കോൺസ്റ്റന്റ് ആണ്. ഒന്നിൽ കൂടുതൽ ഒന്നും നമുക്ക് 2 റോസ് ഒന്നും സെയിം വാല്യൂസിൽ വരാൻ പാടില്ല. അതാണ് യൂണിക് എന്ന് പറയുന്നത്. പ്രൈമറി കീ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു കോളത്തിന് നമ്മൾ ഡിക്ലെയർ ആസ് പ്രൈമറി കീ ഡിക്ലെയർ ചെയ്യാണ്. എന്തെന്നാ, അതൊരു പ്രൈമറി കീ ആണ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ് എങ്കിൽ അതെന്താണ് പ്രൈമറി കീ. ഇത് ഏതെങ്കിലും ഒരെണ്ണത്തിന് കൊടുക്കാനോ പാടുള്ളൂ കേട്ടോ. ഇതിന് നൾ വാല്യൂസ് ഉണ്ടാവാനും പാടില്ല. പ്രൈമറി കീയിൽ നൾ വാല്യൂസ് പാടില്ല. ദർ ഇസ് നോ നൾ വാല്യൂസ്. യൂണിക് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒന്നിൽ കൂടുതൽ റോസിൽ സെയിം വാല്യൂസ് പാടില്ല. ദെൻ ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഒരെണ്ണം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് എന്താ പറയുക, യൂസർ ഡിഫൈൻഡ് അല്ല. നമുക്ക് ഒരൊറ്റ എണ്ണം എപ്പോഴും നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് ഒരു റോയോ ഒരു കോളോ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് ഡീഫോൾട്ട് എന്ന് പറയാം. ഇതൊക്കെ റൂൾസ് ആണല്ലേ. നമ്മളൊരു ഡാറ്റ കൊടുക്കുമ്പോൾ ഇത് ഒരിക്കലും നൾ വാല്യൂസ് ആവാൻ പാടില്ല. അപ്പോൾ ഒരു റോ കൊടുക്കുമ്പോൾ നോട്ട് നൾ കൊടുക്കാം. ഓട്ടോ ഇൻക്രിമെൻറ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആഡ് ചെയ്ത് വരണം എന്ന് പറയുമ്പോൾ അത് ഓട്ടോ ഇൻക്രിമെൻ്റ് ആയി. പ്രൈമറിക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രൈമറിക്ക് പോലെ സെറ്റ് ആക്കിയിട്ട് ഒന്നിന് വെക്കുകയാണ്. അതുപോലെ ഡീഫോൾട്ട് വാല്യൂസ് കൊടുക്കുകയാണ്. യൂണീക്ക് എന്ന് പറയുമ്പോൾ യൂണീക്ക് ആയിരിക്കണം, സെയിം ഡാറ്റാസ് ആവാനായിട്ട് പാടില്ല. ഇതൊക്കെയാണ് കോളം കോൺസ്ട്രെയിൻറ്റ്. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എക്സ്റ്റേണൽ ലിങ്ക് ആൻഡ് ഇൻറ്റേർണൽ ലിങ്ക്. ഈ ചാപ്റ്റർ നമ്മൾ HTMLൻ്റെ ചാപ്റ്ററാണ്. ചാപ്റ്റർ 5 ആണെന്ന് തോന്നുന്നു. വെബ് ഡിസൈൻ യൂസിങ് HTML 5th ചാപ്റ്ററാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ലിങ്കുകളെ കുറിച്ചിട്ടാണ്. ഇതിൽ 3 ചോദ്യങ്ങൾ ഒരുമിച്ചിട്ടാണ് നമുക്ക് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 3 ലിങ്കുകൾ എന്ന് പറയും, 3
ക്വസ്റ്റ്യൻസ്. അത് ABC ആണ്. എ എന്ന് പറയുമ്പോൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ലിങ്ക്. എക്സ്റ്റേണൽ ലിങ്കിനെ ഇന്റേണൽ ലിങ്കിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ്റ്റേണൽ ലിങ്ക് എന്താണ്? ഇറ്റ് ഇസ് എ ലിങ്ക് ഫ്രം വൺ പേജ് ടു അനദർ പേജ്. അതായത് ഒരു വെബ് പേജിൽ നിന്ന് വേറൊരു വെബ് പേജിലേക്ക് പോകുന്നതിന് ലിങ്ക് കൊടുക്കുന്നതിനെയാണ് എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറയുക. അത് നമ്മൾ HRF യൂസ് ചെയ്തിട്ട്, ഈ HRF എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്, എ ടാഗിൻ്റെ HRF ആട്രിബ്യൂട്ടാണ് നമ്മളതിന് യൂസ് ചെയ്യുക. ഇന്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ ലിങ്ക് ടു പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് സെയിം ഡോക്യുമെന്റ് നെയിം ആട്രിബ്യൂട്ട് ഓഫ് എ ടാഗ് ഈസ് യൂസ്ഡ്. അതായത് ഒരു വെബ് പേജിൽ തന്നെ ഒരു ഇപ്പം ഇതൊരു വെബ് പേജ് ആണെന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് ഈ പോർഷനിൽ നിന്ന് ഇപ്പുറത്തെ പോർഷനിലേക്ക് പെട്ടെന്ന് എത്തണം. അപ്പോൾ അവിടെ നമ്മൾ ലിങ്ക് കൊടുക്കുക. ആ ലിങ്ക് നമ്മൾ കൊടുക്കുന്നത് നെയിം ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ്. എ ടാഗിൻ്റെ നെയിം ആട്രിബ്യൂട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്ര മതി. 2 സെൻറ്റൻസുകളൊക്കെ എഴുതി വെച്ചാൽ മതി. ദെൻ വാട്ട് ഈസ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക്? ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IMG ടാഗ് യൂസ് ചെയ്തിട്ട് ഇമേജുകൾ ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അതായത് IMG ടാഗിൽ നമ്മൾ ഇമേജുകൾ അതിൽ നമ്മൾ ഇമേജിൻ്റെ പാത്ത് കൊടുക്കണം. ദെൻ വാട്ട് യു മീൻ ബൈ എംബഡ് ടാഗ്? എംബഡ് ടാഗ് എന്ന് വെച്ചാൽ ആഡ് മ്യൂസിക് ഓർ വീഡിയോസ് ടു ദ വെബ് പേജ്. ഈ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് SRC, ഹൈറ്റ്, വിഡ്ത്ത്, ലൈൻ, എക്സെട്ര. അതായത് ഇത്രയുമാണ് ഏത് 5 മാർക്കിന് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് ടാഗുകളെ കുറിച്ചിട്ട്, അത് ഇതിൽ മൊത്തം ലിങ്കുകളെ കുറിച്ചിട്ടാണ്. ലിങ്ക് കൊടുക്കണത്, അതുപോലെ തന്നെ HRF യൂസ് ചെയ്ത് എക്സ്റ്റേണൽ ലിങ്കും ഇന്റേണൽ ലിങ്കും കൊടുക്കുന്നത്, IMG ടാഗ് യൂസ് ചെയ്തിട്ട് പിക്ചർ കൊടുക്കുന്നത്, പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നത്, ഓഡിയോ, വീഡിയോ, വിഷ്വൽ. അപ്പോൾ എല്ലാം കൂടി ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടോ പഠിക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ യൂസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഫ്രെയിം സെറ്റ് ടാഗ്. ഫ്രെയിം സെറ്റ് ടാഗ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടാഗാണ് ഫ്രെയിം സെറ്റ്. ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രൗസറിൽ നമ്മൾ വിൻഡോനെ ഡിവൈഡ് ചെയ്യുക. മോർ ദാൻ 1 പേജസിന് വേണ്ടിയിട്ട് സിംഗിൾ ബ്രൗസറിൽ തന്നെ ഡിവൈഡ് ദ ബ്രൗസർ വിൻഡോ ഇൻ ഓർഡർ ടു ഇൻക്ലൂഡ് മോർ ദാൻ 1 പേജ്. ഒരു വിൻഡോ തന്നെ 3 സെക്ഷനായിട്ട് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിം സെറ്റ് ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പേജിൽ തന്നെ 3-4 സെക്ഷനായിട്ട് നമുക്ക് ഫ്രെയിം സെറ്റ് വഴി നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ശ്രദ്ധിക്കാം. കോൾസ്, റോസ്, ബോർഡർ ആൻഡ് ബോർഡർ കളർ. അതായത് കോൾസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം വെർട്ടിക്കൽ ഫ്രെയിംസ് വേണം നമ്മൾ അവിടെ പറയാം. വെർട്ടിക്കലായിട്ട് എത്ര പെർസെൻറ്റേജ് വേണം. റോസ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് എത്രത്തോളം സ്പേസ് നമുക്ക് കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വെർട്ടിക്കലായിട്ടും അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ സ്പേസ് കൊടുക്കില്ലേ, അതാണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ബോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ കൊടുക്കുന്ന ആ ബോർഡറിൻ്റെ തിക്നെസ് ഓഫ് ബോർഡർ അറിയാൻ എത്രത്തോളം തിക്നെസ് നമുക്ക് കൊടുക്കണം. ബോർഡർ കളർ എന്ന് പറയുമ്പോൾ ഈ സൈഡിലുള്ള ബോർഡർ കളർ ഫിക്സ് ചെയ്യാനായിട്ടാണ് ബോർഡർ കളർ ഓഫ് ദി ബോർഡർ. തിക്നെസ് എന്ന് പറയുമ്പോൾ തിക്നെസ് ഓഫ് ബോർഡറിൻ്റെ ഒക്കെ തിക്നെസ് ആണ്. അപ്പോൾ ഇത്രയും ആട്രിബ്യൂട്ട്സ് പഠിക്കാം. അപ്പോൾ 5 മാർക്ക് എന്ന് പറയുമ്പോൾ ഫ്രെയിം സെറ്റ് ടാഗിനെ കുറിച്ച് ചെയ്തൊരു 4 ആട്രിബ്യൂട്ട്സ് എഴുതി കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ അധികം എക്സ്പ്ലനേഷൻ കൊടുക്കാതെ ഇതേപോലെയൊക്കെ പഠിക്കാം. ഇനിയിപ്പോൾ നമ്മൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. ഇനി നമുക്ക് ഒരു വീഡിയോ വരുന്നുണ്ട് 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. കാരണം നമുക്ക് 5 മാർക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും പഠിക്കണം. അപ്പോൾ 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും വേഗം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്